എന്തായാലും കാര്യങ്ങൾ അത്ര ശരിയായ രീതിയിലല്ല പോകുന്നത്. ഇടതു മുന്നണിയിൽ CPI കടുത്ത നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അനുനയ നീക്കം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, CPI എവിടെ വരെ പോകും എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ചോദിക്കാനുള്ളത്. CPI എവിടെ വരെ പോകും? അതിപ്പോ ഉത്തരം പറയാൻ CPIക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം അവരൊരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ നമുക്കെല്ലാവർക്കും അറിയാവുന്ന PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ അത് നടപ്പാക്കില്ലെന്ന് ഉറപ്പ് നൽകണം, അല്ലെങ്കിൽ മരവിപ്പിക്കണം എന്നൊക്കെയാണ്. അതിന് CPMന് സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുന്നവർക്കെല്ലാം അത് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ CPIക്ക് പിന്മാറാൻ പറ്റത്തില്ല. അത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഏത് വരെ പോകും എന്ന കാര്യത്തിൽ ഇപ്പൊ നാളെ ഒരു പക്ഷേ അവര് ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിന്നേക്കാം, വിട്ടു നിന്നേക്കാം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് ഒരു അനുനയത്തിന് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടി നാളത്തെ മന്ത്രിസഭാ യോഗം 2-3 ദിവസത്തേക്ക് 1-2-3 ദിവസത്തേക്ക് മാറ്റിവെക്കാനും സാധിക്കും. പക്ഷെ അതിനുശേഷം അതിനുശേഷവും ഈ ഒരു അനിശ്ചിതാവസ്ഥ തുടരുകയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതാണ്. അതായത് മന്ത്രിമാരെ രാജിവെക്കുക. അതുകൊണ്ട് എന്താ പ്രയോജനം? CPM ഒരു കടുത്ത നിലപാടെടുത്ത് നിന്നാല് ഇവര് മന്ത്രിസഭയിൽ പങ്കെടുക്കാതിരുന്നാലും അല്ലെങ്കിൽ രാജിവെച്ചാലും അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ ഇവിടെ മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല CPI പിന്തുണച്ചില്ലെങ്കിലും. അപ്പോഴവരങ്ങോട്ട് മുന്നോട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ മേലാത്ത ഒരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ പ്രശ്നം തീരണമെങ്കിൽ CPI കീഴടങ്ങുക തന്നെ വേണം. കീഴടങ്ങിയാല്, അതായത് PMCയുടെ കാര്യത്തിൽ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയാൽ ആ കാര്യങ്ങൾ സാധാരണഗതിയിൽ പോകും. അല്ലാതെ ഗവൺമെന്റിന് പിന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് CPI കീഴടങ്ങുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോകണമല്ലോ. അപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയില്ല, പാഠ്യപദ്ധതി പരിഷ്കരണം ഉണ്ടാവുകയില്ല, സംസ്ഥാനം തീരുമാനിക്കുന്നത് പോലെ പാഠപുസ്തകങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു അഴകുഴമ്പൻ നിലപാടിലേക്ക് പോവുക എന്നതല്ലേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഇപ്പോഴും ആകാമല്ലോ. സർക്കാർ പറയുന്നത് അത് തന്നെയാണ്. അല്ല, പിന്നെ മഞ്ജുഷേ ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയെടുത്തത് തന്നെ അത് അവരുടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഒരു അപ്പാരറ്റ ഉപകരണമാണ് PM ശ്രീ. അത് വായിച്ച് പഠിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾ PM ശ്രീ നടപ്പാക്കും, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പാഠ്യപദ്ധതി മുഴുവൻ അവരെപ്പോഴാക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷെ അവര് നിർദ്ദേശിക്കുന്ന രീതിയിലേ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത് ഇവരെത്ര പറഞ്ഞാലും ഈ പണം വാങ്ങിയിട്ടുണ്ടോ അവര് കൊടുക്കേണ്ടി വരും. 10,000 കോടി രൂപ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് ബാലഗോപാല. ഒരു കാരണവുമില്ലാതെ പിടിച്ചു വെച്ചിരിക്കുക. കേരളത്തോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് കേരളം അങ്ങനെ നന്നാവണ്ടെന്ന് വിചാരിച്ചിട്ട് 10,000 കോടി രൂപ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ നിങ്ങൾ ഒപ്പിട്ടൊരു പദ്ധതിയിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ എന്താണ് തന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ അത് നടപ്പാക്കാതിരിക്കാനൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതിവര് വെറുതെ എന്തിനു വേണ്ടിയാ മഞ്ജുഷ? അത് എന്തിനാണെന്നറിയോ? അതൊരു വെറും ഒരു കാപ്സ്യൂളായി ഞങ്ങള് പൈസ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, ഇത് നടപ്പാക്കത്തില്ല എന്ന് പറയുന്നത്. അതായത് അണികൾക്കിടയിലേക്ക്, പ്രവർത്തകർക്കിടയിലേക്ക്, സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് പറയാനൊരു കാര്യം ഇല്ലേ, ഞങ്ങൾ ഈ പണം വാങ്ങിച്ചെടുത്തു പക്ഷെ നടപ്പാക്കുക, അവര് നടപ്പാക്കിയേ പറ്റൂ. അതാണ് അതിന്റെ അവസ്ഥ. അതാണ് ആ കരാറിന്റെ മുഴുവൻ ഭാഗങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വായിച്ചെടുത്തോളം, മനസ്സിലാക്കിയെടുത്തോളം ഈ കരാറിൽ നിന്ന് പിന്മാറാൻ സാധിക്കത്തില്ല. ഈ കരാർ എന്ന് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയാണ്. അവർ വളരെ പർട്ടിക്കുലറാണ് കേരളത്തിന്റെ കാര്യത്തില്. ഇവിടെ നടപ്പാക്കിയെടുക്കും എന്നാണ് BJP സർക്കാരിന്റെ തീരുമാനം. അത് നടപ്പാക്കുക അല്ലാതെ പറയാൻ വഴിയില്ല ഈ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ. അതാണ് എന്റെ സ്ഥിതി. മറ്റൊരു കാര്യം, ഒരു സാങ്കേതിക കാര്യം ചോദിച്ചോട്ടെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. ഇവിടെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടമായതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ 22-ാം തീയതിയാണല്ലോ അവസാനം മന്ത്രിസഭാ യോഗം ചേർന്നത്. അന്ന് അജണ്ടയിൽ ഈ വിഷയം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അന്ന് CPI മന്ത്രിമാർ ചോദിച്ചപ്പോൾ ഇല്ല, ഇതിനെപ്പറ്റി ഒന്നും ആയിട്ടില്ല എന്ന് പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ രാജൻ മിനിസ്റ്റർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു ഉത്കണ്ഠ വേണ്ട എന്നാണല്ലോ. പക്ഷെ അതിനു മുൻപ് തന്നെ PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഒപ്പിട്ടത് മന്ത്രിസഭാ യോഗം ചേർന്ന പിറ്റേന്നാണ് 23-നാണ് ഒപ്പിടുന്നത്. പക്ഷേ ഇത് തയ്യാറാക്കിയത്, ഈ ധാരണാപത്രം തയ്യാറാക്കിയത് 18-ാം തീയതിയാണ്. നിങ്ങള് ബിനോയ് വിശ്വം MP ഗോവിന്ദൻ മാഷോട് സംസാരിക്കുമ്പോഴും 22-ാം തീയതിയിലെ മന്ത്രിസഭാ യോഗത്തിൽ K രാജൻ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോഴും ധാരണാപത്രം റെഡിയാണ്. അതതിന്റെ പിറ്റേന്ന് ഒപ്പുവയ്ക്കാനുള്ളവർ അവിടെ റെഡിയാണ്.
ഇതിന്റെ വേറൊരു രസകരമായ കാര്യം മഞ്ജുഷേ, ഇത് 2 തവണ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വന്ന കഴിഞ്ഞ ഡിസംബറിലും, അതായത് 2024 ഡിസംബറിലും 2025 ഏപ്രിലിലും എന്നാണ് എന്റെ ഓർമ്മ. ഈ 2 തവണ വന്നിട്ട് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചതാ, പെൻഡിങ് വിത്ത് ദ ക്യാബിനറ്റ് അത്. അപ്പൊ അങ്ങനെ ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വന്ന ഒരു കാര്യത്തിന്മേൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ അതിന്മേൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം ക്യാബിനറ്റിന് മാത്രമാണ്, മന്ത്രിസഭയ്ക്ക് മാത്രമാണ്. അതിനെ ലംഘിച്ചുകൊണ്ടല്ലേ, അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു തീരുമാനവും ഇല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂ എന്ന മട്ടില് പിന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പുവെച്ചിരിക്കുന്നത്. അത് ശരിയല്ല. ഒരിക്കൽ ക്യാബിനറ്റിൽ വന്നാണോ, ക്യാബിനറ്റിൽ ഒന്നേ സ്വീകരിക്കാം, അല്ലെ തള്ളാം. ഏതിലെങ്കിലും ഒന്ന് ക്യാബിനറ്റിൽ നടക്കണം. ഞാൻ ചോദിച്ചത് ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന വിഷയത്തിലേക്ക് ഇത് വരുമോ? കാരണം കൂട്ടുത്തരവാദിത്വം പ്രധാനമാണല്ലോ, സർക്കാർ വീഴുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആരാണ് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉന്നയിക്കേണ്ടത്? അല്ല, പറഞ്ഞ കൂട്ടുത്തരവാദിത്വം നമ്മളെന്താ, കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞാല് ഒരു മന്ത്രി എടുക്കുന്ന ഒരു തീരുമാനം അത് പാളിപ്പോയാൽ, അത് നമ്മുടെ നയത്തിനെതിരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമല്ലെങ്കിൽ അവിടെ കൂട്ടുത്തരവാദിത്വം ഇല്ലാതാവുകയാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞല്ലോ. അത് പിന്നെ CPI തന്നെ പറയുന്നുണ്ടല്ലോ കൂട്ടുത്തരവാദിത്വം പോയിന്ന്. പക്ഷെ അത് സാങ്കേതികമായിട്ട് അല്ല, മന്ത്രിസഭയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ, സർക്കാരിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ എങ്ങനെ വരുന്നു? അതിന്റെ ഒരു സാങ്കേതികത്വം എങ്ങനെയാണ്? അല്ല, അതിന്റെ സാങ്കേതികത്വം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കൂട്ടുത്തരവാദിത്വം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിസഭയോട് രാജിവെക്കാനൊന്നും ആർക്കും ആവശ്യപ്പെടാൻ പാടില്ല. പക്ഷെ ആ കൂട്ടുത്തരവാദിത്തോടെ ഉണ്ടാവണം. അല്ലെങ്കിൽ അതിന് അഗ്രീവ്ഡ് പാർട്ടി അക്കാര്യത്തിൽ മുന്നോട്ട് എന്തെങ്കിലും നിലപാടെടുക്കണം. ഇപ്പൊ CPI എടുത്തുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ നമ്പേഴ്സ് നോക്ക്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 99 98 അംഗങ്ങൾ ഇപ്പം പിന്നെ ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. ഇത് CPIയുടെ അംഗങ്ങൾ മാറി നിന്നാൽ ഈ ഗവൺമെന്റിനൊന്നും സംഭവിക്കത്തില്ല. ഭൂരിപക്ഷം അത് തീരുമാനിക്കുന്നത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഭൂരിപക്ഷം ഒരു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അത് ഞാൻ പോട്ടെ, എനിക്ക് അതിലൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഒരു മന്ത്രിയെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അത് മന്ത്രിസഭാ തീരുമാനമായി ഏകകണ്ഠമായിട്ട് വരാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊന്നില്ലേ? ഏകകണ്ഠമായിട്ടാണ് വരേണ്ടത്. നമ്മുടെ ക്യാബിനറ്റിന്റെ പിന്നെ ഒരു രീതി എന്ന് പറഞ്ഞാല് എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായിരിക്കണം. അത് സ്വാഭാവികമായിട്ടും എത്ര തർക്കം ഉണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് ചിലപ്പോൾ മാറ്റിവെച്ച് വീണ്ടും ചർച്ച ചെയ്ത് ഏകാഭിപ്രായത്തിലേക്ക് വരും. അതൊരു ഒപ്പിടലിന്റെ ഒരു പിന്നെ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമല്ല. ചിലപ്പോ അങ്ങനെ ഒരു പിന്നെ തീരുമാനം അല്ലെങ്കിൽ ഒരു സമവായം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഭൂരിപക്ഷം എന്നുള്ളത് നോക്കാം. പക്ഷേ ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ലല്ലോ അല്ലെ, അങ്ങനെ ഒരു ഒപ്പിടലിലേക്ക് വന്നില്ലല്ലോ അല്ലെ? അല്ല, മന്ത്രിസഭയിൽ 2 തവണ ചർച്ച ചെയ്ത് മാറ്റിവെച്ചതാണ്. തീരുമാനത്തിലേക്ക് വന്നില്ലല്ലോ. തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അത് CPI ശക്തമായിട്ട് എതിർത്തു. പിന്നെ ഡിസംബറിൽ തന്നെ, അത് കഴിഞ്ഞിട്ട് ഏപ്രിലിൽ കൊണ്ടുവന്നു, അന്നേരം എതിർത്തു. മനസ്സിലായില്ലേ? അപ്പൊ എതിർത്തപ്പോ അത് നമുക്ക് തീരുമാനത്തിന് മാറ്റിവെക്കാമെന്ന് പറഞ്ഞു. 22ാമത്തെ ക്യാബിനറ്റിൽ രാജൻ ഉന്നയിച്ചിട്ട് രാജ്യം മിണ്ടിയില്ല, മുഖ്യമന്ത്രിയും മിണ്ടിയില്ല, വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടിയില്ല. അതാണ് അവരെ വല്ലാതെ ഹർട്ട് ചെയ്യുന്നത്. അതൊരു തരം പറ്റിക്കലല്ലേ, വഞ്ചനയല്ലേ? ചതിയിലൂടെ അവരെ മറികടന്നു, അവരുടെ അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ CPIയുടെ സമീപകാല ചരിത്രം നോക്കിയാൽ, സമീപകാലമാണ് ഞാൻ പറഞ്ഞത്, വഴങ്ങുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ വഴങ്ങുകയാണെന്ന് പറഞ്ഞാല് ഇപ്പം എല്ലാ കാര്യങ്ങളിലും വഴങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ ഗവൺമെന്റ് തന്നെ നമുക്കറിയാമല്ലോ, തോമസ് ചാണ്ടിയുടെ രാജിയുടെ കാര്യത്തിൽ, അത് കഴിഞ്ഞ പിണറായി ഗവൺമെന്റാണ്. പിണറായി ഗവൺമെന്റ് സമയത്ത് തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ അവരൊരു പിടിവാശി പിടിച്ചു. അപ്പം ക്യാബിനറ്റിൽ പങ്കെടുക്കാതെ അവര് റവന്യൂ മന്ത്രിയുടെ മുറിയിൽ, ചന്ദ്രശേഖരന്റെ മുറിയിൽ എല്ലാവരും കൂടി ഇരുന്നു. അപ്പൊ അവര് പിന്നെ പിറ്റേ ദിവസം തന്നെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പല കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ബ്രൂവറീസിന്റെ ഒക്കെ കാര്യം വന്നപ്പോഴത്തേക്ക് പിണറായി അല്ലെങ്കിൽ CPM മുടക്കി. അത് MN സ്മാരകത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് ആ തീരുമാനം എടുക്കുന്നത്, ബ്രൂവറീസ് കൊടുക്കാമെന്നുള്ളത്, CPIയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട്. ഇപ്പൊ എല്ലാ കാര്യവും നടക്കണമെന്നില്ലല്ലോ. നമ്മളിപ്പോ മന്ത്രിസഭയിൽ ഒരു ഘടകകക്ഷി പറയുന്നതെല്ലാം, ഇപ്പൊ CPI പറയുന്നവരെല്ലാം നടക്കണം. പക്ഷെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസില്, അതായത് നമ്മുടെ പിന്നെ ADGPയുടെ കാര്യത്തില് പിന്നെ അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ, അതുപോലെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിലൊക്കെ CPM ഒരു കടും നിലപാടെടുത്തു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്കറിയാം, ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാനം രാജേന്ദ്രന്റെ ഒരു കാലം, ഒരു പകുതിക്കാലം, അത് കഴിഞ്ഞ് കാനം രാജേന്ദ്രനും CPMനോട് സമരസപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. എന്താ കാരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പഴയ ഒരു വീര്യമോ അല്ലെങ്കിൽ വീറോ കാനം രാജേന്ദ്രൻ കാണിച്ചു കേട്ടെ. പക്ഷെ അതിനു മുമ്പ് മുളിയം പാറക്കവനാണേലും ചന്ദ്രപ്പനാണേലും അതിനു മുമ്പുള്ള സെക്രട്ടറിമാർ, അവരൊക്കെ വളരെ ശക്തമായ നിലപാടെടുക്കുമായിരുന്നു. ഇപ്പൊ രാജ്യസഭാ സീറ്റിൽ പോലും മുളിയം പാറക്കവൻ നിർബന്ധം പിടിച്ച് പിന്നെ സീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. പക്ഷെ ഇത് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അതിനെ ഒന്നും
അംഗീകരിക്കാതെ ഒരൊറ്റ പോക്ക് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ ശരിയാണ് പറ്റില്ല. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്തുവാൻ സന്നദ്ധനുമായി. അങ്ങനെയാണല്ലോ ബിനോയുമായിട്ട് ഇന്നലെ ചർച്ച ചെയ്യുമല്ലോ. നമ്മുടെ ഏതൊരു മുഖ്യമന്ത്രിയാണേലും എത്ര പിന്നെ തനിക്ക് താൻ പോരുമയുള്ള ആളാണേലും നമുക്കൊരു സമവായത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു എന്നുള്ളത് കാണിക്കെങ്കിലും ചെയ്യുമല്ലോ. അവർ ചർച്ച ചെയ്തു, പിന്നീട് മന്ത്രിമാരെ വിളിക്കുന്നു. ഞാൻ ചോദിക്കുന്ന എന്റെ ഒരു സംശയം, ബിനോയ് വിശ്വത്തിനോട് ചർച്ച ചെയ്ത് തീരാത്ത പ്രശ്നം എങ്ങനെയാണ് മന്ത്രിമാരോട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്? അവരെ വിളിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ തന്നെ അവരെന്താ ഇന്നലെ വെച്ചൊരു സമവായ അതായത് ഇതിന്റെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കാൻ CPI മന്ത്രിമാരടക്കമുള്ള ഒരു ഉപസമിതിയെ വെക്കാവുന്നു. അതിന്റെ അർത്ഥം എന്തോ വാസ്തവത്തിൽ? അതായത് ഇവരെതിർത്ത PM ശ്രീ പദ്ധതി ഇവരുടെ മേൽനോട്ടത്തിൽ നടത്തിക്കുക, അതാണ് CPI ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കമ്മിറ്റി ഒരു പരിഹാര നിർദ്ദേശമായിട്ട് മുഖ്യമന്ത്രി കൊണ്ടുവന്നു, ഒരു ഉപസമിതി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പ് അതിന് മേൽനോട്ടം വഹിക്കുന്നവരാ, സൂപ്പർവിഷൻ CPI മന്ത്രിമാരും കൂടെ അടങ്ങുന്ന കമ്മിറ്റി. അതിലേക്കാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് പക്ഷെ അവർക്ക് മനസ്സിലായി, CPIക്ക് മനസ്സിലായി. CPI ഇതുവരെ എടുത്തിരിക്കുന്നത് ധീരമായ ഒരു നിലപാടാണ്. അവർക്ക് നാളെ എന്തെടുക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, അതാണ് എല്ലാവരും നോക്കുന്നത്. നാളെയും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ CPIക്ക് കഴിയും.